നമസ്കാരം. കേറ്ററ്റിൻ്റെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ വെരിഫിക്കേഷൻ കൊണ്ടുചെല്ലേണ്ട സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ആ എക്സാം എഴുതിയ സമയത്തുള്ള ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസിൻ്റെ കൂട്ടത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പലപ്പോഴും ഈ ഹോൾ ടിക്കറ്റ് ഒരുപാട് പേര് നഷ്ടപ്പെടുത്തും. അങ്ങനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും വെരിഫിക്കേഷനിൽ എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, ഹോൾ ടിക്കറ്റ് എപ്പോഴും നിങ്ങൾ മെയിലിലോ ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു കോപ്പി നഷ്ടപ്പെട്ടാലും നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഈ കേരളത്തിൽ വെരിഫിക്കേഷൻ സമയത്ത് ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അങ്ങനെയുള്ളവർ ഈ പരീക്ഷാ കേന്ദ്രത്തിൽ ഇൻവിജിലേറ്റർ ഒപ്പിട്ട രേഖപ്പെടുത്തിയ ആ ഒരു ഹോൾ ടിക്കറ്റാണ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. വിവിധ കാരണങ്ങളാൽ പല കാരണങ്ങളുണ്ടാവാം. പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്ന സമയത്ത് വീണ്ടും ഇൻവിജിലേറ്റർ ഒപ്പ് ഇടണം എന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റും പരീക്ഷാ ഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെ നിന്ന് ഈ പറയുന്ന വീണ്ടും ഇൻവിജിലേറ്ററിൻ്റെ ഒപ്പൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇൻവിജിലേറ്ററിൻ്റെ ഒപ്പമുള്ള ഹോൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വെരിഫിക്കേഷൻ കൊണ്ടുപോകാനും പറ്റും. പിന്നെ നിങ്ങൾ പരീക്ഷാ ഫീസിൽ ഇളവോ അല്ലെ ജാതി ആനുകൂല്യത്തിൽ മാർക്കിൻ്റെ ഇളവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒറിജിനൽ രേഖകൾ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി.എഡ് പോലുള്ള അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ ആ കോപ്പി, അതുപോലെ തന്നെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഈക്വലൻസിയും തുല്യതാ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ പരിശോധന നടത്താൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ ബി.എഡ് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിലെ സ്ഥാപന മേലധികാരി ഒരു സാക്ഷ്യപത്രമൊക്കെ ഒപ്പിട്ട് നിങ്ങൾക്ക് തരണം വെരിഫിക്കേഷൻ സമയത്ത്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു തവണ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത തവണ പരിശോധനയ്ക്ക് വിളിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് പിന്നെ പോകാനായിട്ട് പറ്റുക എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടാലും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അതുകൊണ്ട് എക്സാം കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് എടുത്ത് സേവ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്തരത്തിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വെരിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനോട് കൂടുതൽ പേര് ചോദിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ നൽകി പോകുന്നത്. സോ വീണ്ടും കാണാം. എല്ലാവർക്കും